അറിഞ്ഞില്ലേ നിങ്ങള്? ഏതോ പരമനാറി മല്ല പ്രൊമോ കൂടി വന്ന സ്ഥിതിക്ക് നെവിൻ പുറത്തായി എന്ന് തന്നെയാണ് ഏറെക്കുറെ മനസ്സിലാവുന്നത്. ബിഗ് ബോസ് ഈ കാര്യങ്ങളിലൊന്നും അങ്ങനെ സാധാരണ പ്രാങ്ക് കാണിക്കാറില്ല. ചെട്ടിയാരോടാ കളി. നിങ്ങളൊക്കെ വലിയ വമ്പത്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അടക്കിയിട്ടുണ്ട്. നിങ്ങളാ ഇവളെ ഇങ്ങനെ ആക്കിയത്. എന്താടാ നീ പറഞ്ഞത്? ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ദൈവമാണോ? ഗോപാലകൃഷ്ണൻ, നീ എന്തായി കാണിക്കുന്നത്? ഒരു അക്ഷരം പറയരുത്. ഒരക്ഷരം? ഏതക്ഷരം? മത്തായിന് ഈ പ്രശ്നത്തിനകത്ത് ഇടപെടണ്ടെന്ന്. വേണ്ടേ? വേണ്ട, നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ. അവിടെ അയാൾ എത്ര കുഴപ്പക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല. ബിഗ് ബോസ് കിട്ടൂല. നിങ്ങൾക്ക് ആർക്കും എന്താ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവത്തെ? ശരി, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ സുഗതനോട് ഒന്നു പറ, ഇച്ചിരി ക്ഷമിക്കോ. പിന്നെ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാ കാണാൻ നല്ല രസമായില്ലേ? ഈ നീചന്മാരുടെയും കൂടോത്രക്കാരുടെയും കൂടെയുള്ള പൊറുതി എനിക്ക് മതിയായി. അങ്ങോട്ട് പോവാണ്. അവനത് വെറുതെ പറഞ്ഞതല്ല. കേട്ടല്ലോ? ഇനി എന്തെങ്കിലും മൊഴിയാനുണ്ടോ? ഐശ്വര്യമായിട്ട് ഇറങ്ങാണ്. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ കൂല. പ്രേമ, ഞാൻ പോണി, എന്നെ തടുക്കരുത്. വെച്ചോണ്ടിരിക്കരുത്. ഇപ്പൊ തന്നെ ഷെയർ കൊടുത്ത് പറഞ്ഞു വിട്ടേ. ഷെയർ കൊടുത്ത് പറഞ്ഞേക്കണോ, ഷെയർ കൊടുക്കാണ്ട് പറഞ്ഞേക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. പെങ്ങളും കുട്ടികളും വഴിയാതാരായാലും വേണ്ടില്ല. കുഞ്ഞുട്ടിനാശാരി ആരാന്ന് കാണിച്ചു കൊടുത്തേ ബാക്കി കാര്യമുള്ളൂ. എല്ലാവരും കൂടെ പറയാണ് ഗുഡ് ബൈ. തിരിച്ചു വിളിക്കാൻ ഇപ്പൊ വിളിക്കണം. ഈ പടി കടന്നാ പിന്നെ എന്നെ കിട്ടൂല. പടി വേഗം കടക്കടാ. അപ്പുക്കുട്ടനോട് കളിക്കരുത്. കളിച്ച കളി പഠിപ്പിക്കും. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ മക്കളെ. ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. നെവിൻ തിരിച്ചു വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഞാൻ വന്നു. നെവിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും പ്രവേശിച്ചു എന്നാണ്. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. തിരിച്ചു വീട്ടിലേക്ക് കയറുന്ന നെവിന്റെ എതിരാളി ഇനി ആദില, നൂറ എന്നിവരായിരിക്കുമോ? ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും.